ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് NMMS പരീക്ഷയ്ക്ക് വേണ്ടി അനലോജി എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്നാലും നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡേ ബിഫോർ യെസ്റ്റർഡേ ഈസ് ടു ഡേ ആഫ്റ്റർ ടുമോറോ. അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേയും ഡേ ആഫ്റ്റർ ടുമോറോയും ഒരു പെയറായിട്ട് കൊടുത്തിരിക്കുവാണ്. അതിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ സാറ്റർഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഡേയ്സ് യെസ്റ്റർഡേ, ടുമോറോ, ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ? ഇത് കണ്ടോ, ഇത് ടുഡേ, ഇന്നത്തെ ടുഡേ ആണ്. ഇതാണ് ടുഡേ. നാളെ ടുമോറോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിടണേ, നാളെ ടുമോറോ. ഇത് ടുഡേ, നാളെ ടുമോറോ, അത്ര അറിയാലോ. ഇന്നലെ യെസ്റ്റർഡേ ആയിരിക്കും, അപ്പം ഇന്ന് ടുഡേ, നാളെ ടുമോറോ, ഇന്നലെ യെസ്റ്റർഡേ. ഇത് മൂന്നും എഴുതാൻ അറിയാലോ. ഇത് ഇന്നത്തെ ദിവസമാണ്, ഇങ്ങനെ ടുമോറോ യെസ്റ്റർഡേ എന്ന് എഴുതണം. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ്, അതായത് യെസ്റ്റർഡേക്ക് മുമ്പേ ഉള്ള ദിവസം. ഇതല്ലേ നമ്മുടെ യെസ്റ്റർഡേക്ക് മുമ്പേ ഉള്ള ദിവസം. ഈ ദിവസം ഇതേതാണ്? സാറ്റർഡേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? സാറ്റർഡേ. ഏത് ദിവസമാണ്? ഇതാണ് സാറ്റർഡേ എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ടുമോറോ ഇതല്ലേ? ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് സാറ്റർഡേ ആണെങ്കിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അല്ലേ ഡേ ആഫ്റ്റർ ടുമോറോ. അപ്പോൾ ഡേ ആഫ്റ്റർ ടുമോറോ ഏതാണ്? വെനസ്ഡേ. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തതെന്ന്? അടുത്ത ചോദ്യം നോക്കാം. ട്രെയിൻ, സ്റ്റേഷൻ, ഷിപ്പ്. ട്രെയിൻ നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്തത്? ട്രെയിൻ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? റെയിൽവേ സ്റ്റേഷൻ അല്ലേ, അതാണ് സ്റ്റേഷൻ. അപ്പോൾ ഷിപ്പ് എവിടെ ആയിരിക്കും? ഷിപ്പൊക്കെ നമ്മൾ അടുക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഷിപ്പ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഹാർബറിലായിരിക്കും. എവിടെയാണ് ഷിപ്പ് കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? ഹാർബറിൽ. ട്രെയിൻ സ്റ്റേഷനിലാണെങ്കിൽ ഷിപ്പ് ഹാർബറിൽ. അടുത്ത നോക്കിയേ, ക്രോ ഒരു ബേർഡാണ്. ക്രോ എന്താണ്? ബേർഡാണ്. അപ്പം ലയൺ എന്താ? ആനിമൽ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ക്രോ ബേർഡ് ആണെങ്കിൽ ലയൺ ആനിമൽ. അടുത്ത നോക്കിയേ, ഇയർ, മന്ത്. അതായത് ഇയറിലുള്ള ഒരെണ്ണമാണ് മന്ത്. എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സ് ഉണ്ട്. അപ്പം ഇയറിലുള്ളത് മന്ത്. അപ്പം വീക്കിലുള്ളത് എന്താണ്? ഡേയ്സ്. 7 days ഇല്ലേ? അപ്പം വീക്കിൽ എന്താ ഉള്ളത്? ഡേ അല്ലെങ്കിൽ ഡേയ്സ് വരും. അപ്പം ഇയറിൽ മന്താണുള്ളത്, വീക്കിൽ ഡേയ്സ്. അടുത്ത നോക്കിയേ, റീഡിങ് നമ്മുടെ ഒരു ഹാബിറ്റാണ്. റീഡിങ് ഹാബിറ്റ്. റീഡിങ് വഴി നമുക്ക് നോളജ് കിട്ടും. നമുക്ക് അറിവ് കിട്ടുന്നത് എങ്ങനെയാണ്? റീഡിങ് വഴി. അപ്പം എന്ത് വഴി? ഇവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത്? വർക്ക് കൂടുതൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതായത് വർക്കിങ്ങിലൂടെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു. അപ്പം റീഡിങ് വഴി നമുക്ക് നോളജ് കിട്ടുന്നു. എക്സ്പീരിയൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത്. അടുത്ത നോക്കിയേ, ലൈൻസ് കൊണ്ട് നമ്മൾ സ്ക്വയർ ഉണ്ടാക്കുന്നു. അപ്പം ആർക്ക് കൊണ്ട് എന്താ ഉണ്ടാക്കുന്നത്? ആർക്ക് എന്താ? ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ആർക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ എന്താകുന്നു? സർക്കിളാകുന്നു. സർക്കിളിൻ്റെ ഒരു പോർഷൻ അല്ലേ ആർക്ക്? ഇങ്ങനെ ഇരിക്കുന്ന ഒരു സർക്കിളിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ അല്ലേ ആർക്ക്? അപ്പം ആർക്ക് കൊണ്ട് നമ്മൾ സർക്കിൾ ഫോം ചെയ്യുന്നു, ലൈൻസ് കൊണ്ട് സ്ക്വയർ ഫോം ചെയ്യുന്നു. അടുത്ത നോക്കിയേ, പൊട്ടറ്റോ, സ്റ്റെം. അപ്പോൾ പൊട്ടറ്റോ എവിടെയാണ് ഉണ്ടാകുന്നത്? സ്റ്റെമ്മിൽ. അപ്പോൾ റാഡിഷ് എന്താ? ക്യാരറ്റൊക്കെ പോലെ ഇരിക്കുന്ന ഒരു വെജിറ്റബിൾ. ക്യാരറ്റിൻ്റെ ഒരു വേരിയൻ്റാണ് റാഡിഷ് എവിടെയാണ് ഉണ്ടാകുന്നത്? റൂട്ടിൽ. ഇത് എവിടെ ഉണ്ടാകുന്നത്? പൊട്ടറ്റോ ഉണ്ടാകുന്നത് സ്റ്റെമ്മിലാണ്. അപ്പോൾ റാഡിഷ് റൂട്ടാണ്. അടുത്ത നോക്കിയേ, കോബ്ലർ, ലെതർ. കോബ്ലർ എന്താ? ഷൂ ഉണ്ടാക്കുന്ന ആളാണ് കോബ്ലർ. ഷൂ മാനുഫാക്ചർ ചെയ്യുന്ന ആളാണ് കോബ്ലർ എന്താ യൂസ് ചെയ്യുന്നത്? റോ മെറ്റീരിയൽ. അവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണിത്. കോബ്ലർ എന്ത് റോ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്? ലെതർ. അപ്പം കാർപ്പൻറ്റർ എന്ത് റോ മെറ്റീരിയലായിരിക്കും ഉപയോഗിക്കുന്നത്? വുഡ്. കാർപ്പൻറ്റർ ആരാ? തടിപ്പണിക്കാരൻ. അപ്പോൾ കാർപ്പൻറ്റർ എന്താണ് ഉപയോഗിക്കുന്നത്? വുഡ്. മാൻസർ എന്താ? വുഡ്. അപ്പോൾ കോബ്ലർ ലെതർ യൂസ് ചെയ്യുന്നു, കാർപ്പൻറ്റർ വുഡ് യൂസ് ചെയ്യുന്നു. അടുത്ത് നോക്കാം. നോക്കിയേ, ഷിപ്പ് എവിടെയാ?
സി. കടലിലല്ലേ ഷിപ്പ് ഉള്ളത്, ഷിപ്പ് സിയിൽ. അപ്പം ക്യാമൽ എവിടെയായിരിക്കും, ക്യാമൽ എവിടെയാ, ഡെസേർട്ട്. ഡെസേർട്ടിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനാണ് ക്യാമലിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ എന്താ ഉപയോഗിക്കുന്നത്, ഷിപ്പ്, അല്ലെങ്കിൽ ഗുഡ്സ് കൊണ്ടുപോകാനൊക്കെ ഷിപ്പ് യൂസ് ചെയ്യുന്നു. അതുപോലെ ഡെസേർട്ടിലാണ് നമ്മൾ ക്യാമലിനെ യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, കലണ്ടർ. കലണ്ടർ കണ്ടിട്ടില്ലേ, കലണ്ടർ നമ്മുടെ ഡേറ്റ്സ് ഒക്കെയുള്ള കലണ്ടർ, 1 2 3 അങ്ങനെ ഉണ്ടാവുന്ന കലണ്ടർ. കലണ്ടറിൽ ഡേറ്റ്സ് ഉണ്ടാവും. കലണ്ടറിൽ ഫുൾ എന്താ ഉള്ളത്, ഡേറ്റ്സ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, അങ്ങനെ ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ. അതുപോലെ ഡിക്ഷണറിയിൽ എന്താ ഉള്ളത്, ഡിക്ഷണറിയിൽ നിറയെ വേർഡ്സ് ആയിരിക്കും. കലണ്ടറിൽ ഡേറ്റ്സ് ഉള്ള പോലെ ഡിക്ഷണറിയിൽ എന്താ ഉള്ളത്, വേർഡ്സ് ആണുള്ളത്. മനസ്സിലായോ? അടുത്ത നോക്കി, ജംഗിൾ, സൂ. ജംഗിളും സൂ ആയിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആവുന്നത്? ജംഗിളിൽ പറഞ്ഞാൽ കാട്, കാട്ടിൽ നിറയെ ആനിമൽസ് ഇല്ലേ. അപ്പം ആ ആനിമൽസിനെ നമ്മൾ എവിടെ ഇടുന്നു, സൂയിൽ കൊണ്ടാണ് നമ്മൾ ആക്കുന്നത്. ആനിമൽസിനെ ഒരു പ്രിസർവ് ചെയ്യുന്ന, അല്ലെ ആനിമൽസിനെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് സൂ. ആനിമൽസ് എവിടെയാണ് കാണുന്നത്, സൂയിൽ. അതുപോലെ സിയിൽ എന്താ ഉള്ളത്, നിറച്ച് ഫിഷാണുള്ളത് അല്ലേ, ഫിഷ്. അപ്പോൾ ആ ഫിഷിനെ നമ്മൾ എവിടെയാണ് ആൾക്കാർക്ക് കാണാൻ, അല്ലെങ്കിൽ ഫിഷിനെ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്, അക്വേറിയത്തിൽ അല്ലേ. ഫിഷിലല്ലേ നമ്മൾ അക്വേറിയത്തിൽ കാണുന്നത്, അക്വേറിയത്തിൽ കാണുന്നത് ഫിഷ്. അപ്പോൾ ആനിമൽസ് സൂ ആകുമ്പോൾ ഫിഷ്, അക്വേറിയം. അതാണ് ഈ ജംഗിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ജംഗിൾ, സൂ, അതായത് ജംഗിളിലുള്ള ആനിമൽസ് സൂയിൽ, സീയിലുള്ള ഫിഷ് അക്വേറിയത്തിൽ. മനസ്സിലായോ? അപ്പം നമുക്ക് ആദ്യം തൊട്ടൊന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങിയത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഡേ ബിഫോർ യെസ്റ്റർഡേ. അപ്പം നമ്മൾ എങ്ങനെ വരയ്ക്കും, ടുഡേ, ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. ടുഡേ, ടുമോറോ, യെസ്റ്റർഡേ, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ നമുക്ക് എത്ര ഡേയ്സ് ബിഫോർ ആണ്, ഇവിടെ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന്, അപ്പോൾ ഒരു ഡേ ബിഫോറാണ്. ഇപ്പോൾ 2 days ബിഫോർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താകും, യെസ്റ്റർഡേക്ക് 2 ദിവസം മുന്നേ. അപ്പോൾ ഒരു ദിവസം 2 ദിവസം മുന്നേ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കും. പിന്നെ 2 days ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ ടുമോറോ കഴിഞ്ഞ് 2 days കഴിഞ്ഞ്, അപ്പോൾ ഇത് വരുന്നുണ്ടേ. അപ്പം ഇത് 3 കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് എണ്ണാം. അപ്പം ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേക്ക് മുന്നേ ഉള്ള ദിവസം സാറ്റർഡേ ആണ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഡേ ആഫ്റ്റർ ടുമോറോ നമ്മൾ വരച്ച് നോക്കണം ഏതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് നോക്കണം. സാറ്റർഡേ ആണേ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആകും നമ്മുടെ ആൻസർ. നമ്മളിവിടെ പഠിച്ചു ട്രെയിൻ സ്റ്റേഷനിലാണെങ്കിൽ ഷിപ്പ്, ഹാർബർ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അടുത്ത നോക്കിയേ, ക്രോ ബേർഡ് ആണെങ്കിൽ ലയൺ, ആനിമൽ. അടുത്ത നോക്ക്, ഇയർ, മന്ത്. ഇയറിലുള്ളത് മന്ത്സ് ആണ് നിറച്ച്, അങ്ങനെയാണെങ്കിൽ വീക്കിലുള്ളത് ഫുള്ള് ഡേയ്സ് ആയിരിക്കും. അടുത്തത്, റീഡിങ് വഴി നമുക്ക് നോളജ് കിട്ടുന്നു. അങ്ങനെയാണ് എന്ത് വഴിയാണ് എക്സ്പീരിയൻസ് കിട്ടുന്നത്, വർക്കിംഗ്. അടുത്ത നോക്ക്, ലൈൻസ്. ലൈൻസ് കൊണ്ട് നമ്മൾ സ്ക്വയർ ഫോം ചെയ്യുന്നു, അങ്ങനെയാണ് ആർക്ക് കൊണ്ട് സർക്കിൾ ഫോം ചെയ്യുന്നു. അടുത്ത നോക്കുക, പൊട്ടറ്റോ ഉണ്ടാവുന്നത് സ്റ്റെമ്മിൽ, അപ്പോൾ റാഡിഷ് ഉണ്ടാവുന്നതോ റൂട്ടിൽ. അടുത്ത നോക്ക്, കോബ്ലർ ലെതർ യൂസ് ചെയ്യുന്നു, അപ്പോൾ കാർപ്പൻറ്റർ എന്താ യൂസ് ചെയ്യുന്നത്, വുഡ്. അടുത്തത്, ഷിപ്പ് സീൽ യൂസ് ചെയ്യുന്നത് ഷിപ്പ്, അപ്പോൾ ഡെസേർട്ടിലാണ് ക്യാമൽ, അല്ലെ ക്യാമലിനെ കാണുന്നത് ഡെസേർട്ടിൽ. അടുത്തത്, കലണ്ടറിലുള്ളത് ഡേറ്റ്സ്, കലണ്ടർ ഡേറ്റ്സ്, അപ്പോൾ ഡിക്ഷണറിയിലുള്ളത് എന്താ, വേർഡ്സ്. അടുത്തത്, ജംഗിൾ, സൂ, ജംഗിളിലുള്ള ആനിമൽസിനെ നമ്മൾ സൂവിലാക്കുന്നു, അപ്പോൾ സീയിലുള്ള ഫിഷിനെ അക്വേറിയത്തിലാക്കുന്നു. നമ്മളിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പോർഷനുമായിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വേറെ റെഫർ ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.